തലമുറകളെ സ്വാധീനിക്കാൻ ഇപ്പോഴും അതെ. ഇപ്പൊ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ മിന്നൽവാലയിൽ 25 എൻ്റെ നാട്ടുകാരനായിട്ടുള്ള അനുരാജ് മനോഹരൻ്റെ, എൻ്റെ കൂട്ടുകാരൻ മനോഹരൻ്റെ മോൻ, അതെ അതെ അതെ, അവൻ എഴുതിയ പടത്തിൽ എന്നെ കൊണ്ട് എഴുതിക്കണം എന്ന് ആകെ നിർബന്ധം ഉണ്ടായിരുന്നു. 2 പടം ഞാൻ മുമ്പ് ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും അത് പറ്റിയിട്ടില്ല. ഇതിലങ്ങനെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതി കൊടുത്ത പാട്ടാണ് സൂപ്പർ ഹിറ്റ്. അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയത് ഇപ്പോഴും. അതെ, പക്ഷെ ഏറ്റവും മെലഡിയും ഞാൻ എഴുതിയിട്ടുണ്ട്. മെലഡി അതെ, മെലഡിയും അതെ, എല്ലാം എങ്ങനെ ഞാൻ ഉറക്കേണ്ടോ, അതൊട്ടും സ്പീഡാവാൻ പറ്റില്ല. അതുപോലെ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ ഒട്ടും സ്പീഡാവാൻ പറ്റില്ല. അതുപോലെ എന്നോടെന്തിനി പിണക്കം, എല്ലാം മെലഡീസാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടമല്ലടാന്നില്ല പാട്ട്, അതൊക്കെ അല്ലേ പടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളത്. അതെ, ഞാൻ പടത്തിലെ പാട്ട് എഴുതുകയാണ്, അല്ലാതെ വെറുതെ എഴുതുന്നതല്ല. പടത്തിന്റെ കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ട് കഥാപാത്രങ്ങളുടെയും സിറ്റുവേഷന്റെയും ആവശ്യത്തിന് വേണ്ടി എഴുതുന്ന ആളാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഏത് തലമുറയ്ക്കും ലളിതമായ സുന്ദരമായ പദാവലികളാണ് ആവശ്യം. അതെ, അതിനെപ്പറ്റി അത് അർത്ഥമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അടിപൊളി കൂടിയിട്ട് കാര്യമില്ല. ഇല്ല. അതിന് അടിസ്ഥാന അവരുടെ കുട്ടികളുടെ മാനസിക ആവശ്യം നമ്മൾ നേരിടണം, അല്ലാതെ അതിൻ്റെ കൂടെ പോയിട്ട് കാര്യമില്ല. അതെ, ശരിയാണ്. അവർക്ക് അടിപൊളിയാണ് ഇഷ്ടത്തിൽ അടിപൊളി അവരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കണം ഭാഷ ഉപയോഗിക്കണം. ഞാനങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഭാഷയെ എങ്ങോട്ടേക്കും വഴക്കാനുള്ള ഒരു ഏത് ദിശയിലേക്കും സഞ്ചരിപ്പിക്കാനാവുന്നുണ്ടല്ലോ. ആ ഫ്ലെക്സിബിലിറ്റി വേണം. അത് നമ്മുടെ വായനയാണ് പണ്ടത്തെ.